സ്വന്തം കസിൻ സിസ്റ്റർ ആയിട്ടുള്ള തന്നെ ഒരു ദിവസം പ്രവീണും അച്ഛനും കൊച്ചും കൂടി വീട്ടിലേക്ക് കയറി വന്ന് ക്രൂരമായി മർദ്ദിച്ചു, തന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ നോക്കി എന്നുള്ളതാണ് ഇപ്പം പ്രവീണിന്റെ കസിൻ പറയുന്നത്. അന്ന് പോലീസുകാരുണ്ടായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് പോലും. അന്ന് അവർ ഉപദ്രവിച്ചപ്പോൾ ശരീരം മൊത്തം മുറിവുകളായിരുന്നു. അതുപോലെ തന്നെ തന്റെ സഹോദരനെ അവരിൽ നിന്നും വേർപിരിച്ചു. എന്തിനാ കസിൻ അമ്മൂമ്മയെ അവർ കാണാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്നും അവർ ആട്ടിറക്കുക പോലും ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗേഴ്സ്, അപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. വളരെ സക്സസ്ഫുൾ ആയി വളരെ ഇന്റിമേറ്റ് ആയി പോയിക്കൊണ്ടിരുന്ന ഫാമിലി വ്ലോഗേഴ്സ് ആയിരുന്നു പ്രവീൺ പ്രണവ് അല്ലെ. അത്രയും സ്നേഹം നിറഞ്ഞ തുളുമ്പായിരുന്നു അവരുടെ വീഡിയോസിലൊക്കെ. അങ്ങനെ അവരെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇവരെ പോലെ ആകണം എന്നൊക്കെ ഇങ്ങനെ കൊതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. എന്താണ് ഈ കുടുംബത്തിലെ പ്രവീണിന്റെ ഭാര്യയായിട്ടുള്ള മൃദുലയും കരഞ്ഞുകൊണ്ട് വീഡിയോ ആയിട്ട് വരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആക്രമിച്ചു, മർദ്ദിച്ചു, ഗർഭിണിയായിട്ടുള്ള എന്റെ വയറ്റിന് ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരതിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും അതോട് ആളുകൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ തലയിൽ ഒരു ഇടുത്തി വീണ പോലെ ആയിരുന്നു ഇവരുടെ വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അതിനെ കുറിച്ച് ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഇപ്പൊ വീണ്ടും ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നല്ല. ഇപ്പൊ പലരും എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തരുന്നുണ്ട്, ബ്രോ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കുമെന്നും പറഞ്ഞുകൊണ്ട്. സംഭവം മറ്റൊന്നല്ല, പ്രവീണിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, കീർത്തന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. പലർക്കും അറിയുമായിരിക്കും. പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ ആണ്. മെയിനായിട്ട് ഇന്റർവ്യൂ എടുത്തെന്തിനാണെന്ന് വെച്ചാണെങ്കിൽ 6 മാസങ്ങൾക്ക് മുമ്പ് പ്രവീണിന്റെ കല്യാണമായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് കീർത്തനെ വിളിച്ചിട്ടില്ലായിരുന്നു. ഇത്രയും അടുത്ത സുഹൃത്തായിട്ടുള്ള കീർത്തനെ വിളിച്ചിട്ടില്ല. അപ്പൊ എന്തിനായിരുന്നു വിളിക്കാതിരുന്നെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇന്റർവ്യൂ. പക്ഷേ ആ ഇന്റർവ്യൂക്ക് താഴെ ഈ പറയുന്ന പ്രവീണിന്റെ ഒരു കസിൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസിൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സഹോദരിയുടെ മകൾ, എന്തോ മധുബാൽ കൃഷ്ണൻ എന്നങ്ങാനുമാണ് അവളുടെ പേര്. 2 മാസം മുന്നേ അവര് ചെയ്ത കമന്റ് ആണ്. ആ കമന്റ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ കമന്റിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പ്രവീൺ തന്നെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് കീർത്തനെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം. പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ലൈക് കല്യാണത്തിന് കണ്ടിട്ടില്ല. അപ്പം എന്താ ശരിക്കും കല്യാണത്തിന് പോകത്തെ, വിളിക്കാത്തതാണോ അതോ? അല്ല, എന്നെ വിളിച്ചില്ല. ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ്. അല്ലാതെ ഞാനും പ്രവീണും മാത്രമല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫുൾ ഗ്യാങ് ആണ്. അവർ എനിക്ക് തോന്നുന്നു ഒരു ക്ലോസ് വെഡിങ് ആയിരുന്നു, ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു വെഡിങ് ആയിരുന്നു തോന്നുന്നു. അപ്പൊ നമ്മുടെ ഗ്യാങ്ങിൽ ആരെയും വിളിച്ചില്ല, എന്നെയും വിളിച്ചില്ല. പക്ഷെ കഥ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് കീർത്തനയെ വിളിച്ചില്ല, ആ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ അവിടെ വാനിഷ് ആയി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങ് സൈലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇങ്ങനെ അടിയും ചക്കരായിട്ട് നിന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരാളെ ഇന്റിമേറ്റ് കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ എന്തോ ആയിക്കോട്ടെ, അത് അവര് തമ്മിലുള്ള പ്രശ്നം, നമ്മൾ അതിൽ ഇടപെടാൻ പോകുന്നില്ല. എന്തായാലും നമ്മുടെ വിഷയം അതൊന്നുമല്ല. പ്രവീണിനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചതിന്റെ വീഡിയോക്ക് താഴെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവീണിന്റെ കസിന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എന്റെ സ്വന്തം കസിൻസ് ആണ്. എന്റെ അമ്മയുടെ സ്വന്തം മാങ്ങളെയാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എന്റെ കുടുംബം നശിച്ചു. നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇത് 2 മാസം മുമ്പ് ഇട്ട കമന്റ് ആണ്. ഈ കമന്റ് ആണ് ഇപ്പൊ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ കമന്റ് ഇട്ടത് കാരണമായിട്ട് ആ കസിന് ഒരുപാട് ചീത്തകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കമന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിന് റിപ്ലൈ ആയിട്ട് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് ആണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരും. അന്ന് അവരുടെ ഡൈഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ കുറിച്ച് എന്ത് പറഞ്ഞാലും സഹിക്കൂലല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ തെറി വിളിക്കുക സ്വാഭാവികം. പക്ഷെ ഇന്ന് അതേ ഡൈഹാർഡ് ഫാൻസിനെ തിരുത്തി പറയാൻ തുടങ്ങിയെന്നുള്ളതാണ്. എന്തായാലും ഇവരിങ്ങനെ കമന്റ് ഇട്ടതോട് ഒബ്വിയസ്ലി കമന്റ് ബോക്സിൽ പലരും പല രീതിയിലും ചോദ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിലൊരു കമന്റ് ഇങ്ങനെയാണ്, പറയുമ്പോൾ നിങ്ങൾ വിശദമായി പറയണം. അതല്ലാതെ ഒരു കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയും മാത്രം പറഞ്ഞു പോകരുത്, മുഴുവനും പറയണം, അല്ലാതെ പറയാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരു കമന്റ് ഇതിന് റിപ്ലൈ ആയിട്ട് വന്നു. ഈ കമന്റ് ഇട്ട ആള് പറഞ്ഞത് ശരിയാണ്, പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. അങ്ങനെ റിപ്ലൈക്ക് മറുപടി ആയിട്ട് മധുബാൽ കൃഷ്ണ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ, ഈ പ്രവീണിന്റെ ഫാമിലി പറയുന്നത് തന്നെ കുറെ ബാഡ് ആയിട്ടുള്ള ഫാമിലി പോലെയാണ് തോന്നുന്നത്. കുറെ ഒരു ഗുണ്ടായിസം ഉള്ള ഒരു ഫാമിലി പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ. പ്രവീണിന്റെ അച്ഛന്റെ സഹോദരിയുടെ മോളെ എങ്ങനെ അവർ ഉപദ്രവിച്ചു എന്നുള്ള അവർ ആ കമന്റിലൂടെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കുന്നു. അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറെ പേര് കാണുന്നതാണെന്നും അറിയാവുന്നത് കൊണ്ടല്ല ഞാൻ ഇതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എന്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്തു. അതാണ് പറഞ്ഞത്, നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ. മെയിനായിട്ട് ഇവർ ഈ കമന്റ്സിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഈ പ്രവീണിന്റെ ഫാമിലിയും ഈ കമന്റ് ഇട്ട മധുബാൽ കൃഷ്ണയുടെ ഫാമിലിയും ഒരു കാലത്ത് ഒരുമിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു, ജോയിന്റ് ഫാമിലി ആയിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് മധുബാൽ കൃഷ്ണയുടെ അമ്മ പ്രസവിക്കുന്നതും. അത് ചിലപ്പോൾ ഈ മധുബാൽ കൃഷ്ണനെ തന്നെ ആയിരിക്കും പ്രസവിച്ചത്. എന്നിരുന്നാലും ആ അമ്മയുടെ പ്രസവത്തിന് ശേഷം ചില പ്രശ്നങ്ങൾ കാരണം ആ കുടുംബം വേർപിരിഞ്ഞെന്നാണ് ഇവർ പറയുന്നത് അല്ലേ. പക്ഷെ ആ വേർപിരിഞ്ഞതിന്റെ
വേർപിരിയലിന്റെ കാരണം ഇവർ വ്യക്തമാക്കുന്നില്ല. പക്ഷെ അങ്ങനെ വേർപിരിഞ്ഞതിൽ പ്രവീണിന്റെ അച്ഛനെയോ മറ്റു കുടുംബക്കാരെയോ കുറ്റം പറയാൻ പറ്റില്ല എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ വേർപിരിഞ്ഞാണ് ഇവർ വേറെ വേറെ ഫാമിലി ആയിട്ട് മാറുന്നത്. പറയുന്നുണ്ട്, ഞാൻ അവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മോളാണ്, ഒരു പെൺകുട്ടി ജനിച്ചപ്പോഴാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ അവരുടെ സഹോദരനെ അവരിൽ നിന്നും അകറ്റി, അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരങ്ങനെ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ അത്ര ഒരു കമൻറ്റ് ഇടണമെങ്കിൽ അത്രയ്ക്കും വലിയ ഇതായിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവും. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവരുടെ 1 മിനിറ്റിലെ റീലൊക്കെ കണ്ടപ്പാട് ഇവരുടെ റിയൽ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ റീലല്ല, ഇവരുടെ റിയൽ ലൈഫ് ഇവർ തന്നെ തെളിയിച്ചു. ഇവരുടെ പ്രശ്നങ്ങൾ ഓരോരാളായിട്ട് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവിടെ കുടുംബ പ്രശ്നം തന്നെ ആക്കി ഒരു ഇതിൽ ഫുള്ള് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് എവിടെ എടുത്ത് നോക്കിയാലും ഇവിടെ കുടുംബ ജീവിതത്തെക്കുറിച്ചല്ലാതെ വേറൊന്നുമില്ല.